ചില സമയത്ത് മൃഗശാലയിലേക്ക് മൂടൽമഞ്ഞ് ആർത്തലച്ചെത്തും. പിന്നെ കാഴ്ചകൾക്ക് മഞ്ഞിന്റെ ആവരണം വീഴും. ചാരനിറമുള്ള ഹിമാലയൻ മാനുകൾ ഇവിടെ ധാരാളമുണ്ട്. ഹിന്ദുക്കുഷ് പർവ്വതനിരകളിലും ഹിമാലയത്തിലുമാണ് ഇവ കൂടുതലായി കണ്ടുവരുന്നത്. വലിപ്പത്തിൽ മറ്റു മാനുകളെ അപേക്ഷിച്ച് ചെറുതാണ് ഗൊരൽ എന്നറിയപ്പെടുന്ന ഈ മാനുകൾ. 14 വയസ്സുവരെ ഇവ ജീവിക്കും. കുറ്റിരോമങ്ങൾ നിറഞ്ഞ ശരീരമാണ് ഇവയുടേത്. ബ്ലൂ ഷീപ്പ് എന്ന ഇനത്തിൽപ്പെട്ട മാനുകളെയും ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. മൃഗശാലയും പരിസരവും ഏതാണ്ട് പൂർണ്ണമായും മഞ്ഞിൽ മൂടിക്കഴിഞ്ഞു. ആ തണുപ്പ് ആവോളം ആസ്വദിച്ച് വിഹരിക്കുകയാണ് ഈ മൃഗങ്ങൾ. വരയൻ പുലികളെ കൂടാതെ പുള്ളിപ്പുലികളെയും മൃഗശാലയിൽ സംരക്ഷിച്ചിരിക്കുന്നു. ഏത് തരം പുലികളുടെയും വന്യ സൗന്ദര്യം അടുത്താസ്വദിക്കാൻ ഇവിടെ അവസരമുണ്ട്. സന്ദർശകരോട് ഏറെ ഇണക്കം കാണിക്കുന്ന മാനുകൾക്ക് സമീപമാണ് കാഴ്ചക്കാരുടെ തിരക്ക് ഏറെയുള്ളത്. പലരും അവയ്ക്ക് അഴികൾക്കിടയിലൂടെ പുല്ലും മറ്റും പറിച്ചു കൊടുക്കുന്നു. മൃഗശാലയ്ക്കുള്ളിൽ തന്നെ ഒരു ക്ഷേത്രവുമുണ്ട്. ഗംഗാനാഥ് ജി ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര്. നേർച്ച കാഴ്ചകൾക്ക് ഇവിടെയും കുറവൊന്നുമില്ല. മൃഗശാലയിൽ വരുന്ന വിശ്വാസികളൊക്കെ ഇവിടെ സന്ദർശനം നടത്തിയ ശേഷമേ തിരിച്ചു പോകാറുള്ളൂ. ഓട്ടുമണികൾ ധാരാളമായി കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഭക്തർ വഴിപാടായി നൽകിയവയാണ് ഇവ. പലരും മണികളുടെ മാല തന്നെയാണ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒച്ചയനക്കങ്ങളില്ലാതെ ആ ഓട്ടുമണികൾ ക്ഷേത്രത്തിനു ചുറ്റും അലങ്കോലമായി തൂങ്ങിക്കിടക്കുന്നു. പട്ടുതുണികൾക്കൊപ്പം തൂവാലകളും നേർച്ചയായി ബന്ധിക്കാറുണ്ട് ഇവിടെ. ഉറുമാൽ കെട്ടുക എന്നാണ് ഇതിന് പറയുന്നത്. ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം നിറയെ മതിലുപോലെ തൂവാലകളാണ്. വേറൊരു ഉപദേവന്റെ പ്രതിഷ്ഠയ്ക്ക് സമീപം ചീപ്പുകളും കുപ്പിവളകളുമാണ് ഭക്തർ സമർപ്പിച്ചിരിക്കുന്നത്. മഞ്ഞിൽ കുളിച്ച മൃഗശാല വ്യത്യസ്തമായ ഒരനുഭവമാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുക. നൈനിതാൾ പട്ടണത്തിൽ നിന്ന് അല്പം മാറിയുള്ള മറ്റ് കാഴ്ചകളിലേക്കാണ് ഇനി യാത്ര. നൈനിതാളിൽ നിന്ന് 25 കിലോമീറ്റർ മാറിയുള്ള മറ്റൊരു തടാകമാണ് ഭീംതാൾ. നൈനിതാളിലെ ഏറ്റവും മനോഹരമായ കൃത്രിമ തടാകമാണ് ഭീംതാൾ.
നൈനിതാളിലെ ഏറ്റവും മനോഹരമായ കൃത്രിമ തടാകമാണ് ഭീംതാൾ. 1883 നിർമ്മിച്ച മണ്ണുകൊണ്ടുള്ള അണയാണ് ഈ തടാകം സൃഷ്ടിച്ചിരിക്കുന്നത്. കുമയോൺ താഴ്വരയിലെ ഏറ്റവും വലിയ തടാകമാണിത്. 118 ഏക്കറാണ് ഇതിന്റെ പ്രതല വിസ്തീർണം. ഒട്ടേറെ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മീനുകളെ ഈ തടാകത്തിൽ വളർത്തുന്നുണ്ട്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ ഇവിടെ അനുമതിയുണ്ട്. 30 രൂപയുടെ പാസ് എടുത്താൽ ഒരു ദിവസം ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. ധാരാളം അരയന്നങ്ങളെയും ഈ തടാകത്തിൽ കാണാം. കുട്ടികളുമായി ആ അരയന്നങ്ങൾ തടാകത്തിൽ നീന്തിത്തുടിക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. തടാകത്തിന്റെ ഒരു ഭാഗത്ത് ചില സാഹസിക വിനോദങ്ങൾക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തടാകത്തോട് ചേർന്നുള്ള ശിവക്ഷേത്രം ഭീമൻ നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം. തടാകത്തിന് ഭീമന്റെ പേര് കിട്ടാനുള്ള കാരണവും അതാണ്. നിറം പൂശിയ ചെറുവള്ളങ്ങൾ സഞ്ചാരികൾ ഉല്ലാസത്തിനായി ഉപയോഗിക്കുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഭീംതാളിലെയും. മാലിന്യം കലരാതെ ഇത് നന്നായി സംരക്ഷിച്ചു പോരുന്നുണ്ട്. സഞ്ചാരികളായി എത്തുന്നവർ മാലിന്യമോ പാഴ്വസ്തുക്കളോ തടാകത്തിൽ നിക്ഷേപിക്കാറില്ല. സമീപത്തായി പാരാഗ്ലൈഡിംഗിനുള്ള സൗകര്യമുണ്ട്. കൃഷിയിടങ്ങൾക്കും കെട്ടിടങ്ങൾക്കും മുകളിലൂടെയാണ് ഇവിടെ ഗ്ലൈഡിംഗ് നടത്തുന്നത്. പക്ഷികളെപ്പോലെ ആകാശത്തുകൂടി പറന്നു നടക്കുന്ന ധാരാളം പേരെ ഇവിടെ കാണാം. ഭീംതാളിൽ നിന്ന് 4 കിലോമീറ്റർ അകലത്തിലാണ് നൗകുഞ്ചിയാത്താൾ. നൈനിതാൾ ജില്ലയിലെ വളരെ ചെറിയ ഹിൽ സ്റ്റേഷനാണ് നൗകുഞ്ചിയാത്താൾ. 9 മൂലകളോട് കൂടിയ തടാകമെന്നാണ് നൗകുഞ്ചിയാത്താൾ എന്ന വാക്കിന്റെ അർത്ഥം. സമുദ്രനിരപ്പിൽ നിന്ന് 1220 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നൗകുഞ്ചിയാത്താളിന്റെ പ്രത്യേകത. മരങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ തടാകം. കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയോ നഗരവൽക്കരണത്തിന്റെയോ ആക്രമണം ഈ തടാക പരിസരത്തെ ബാധിച്ചിട്ടില്ല. സഞ്ചാരികൾക്ക് വള്ളം സ്വയം തുഴയാനാകുന്ന കയാക്കിങ്ങിന് ഇവിടെ സൗകര്യമുണ്ട്. നൈനിതാളിലെ തടാകങ്ങളിൽ ഏറ്റവും ആഴമുള്ളത് ഇതിനാണ്. ഏതാണ്ട് 40 മീറ്റർ വരെ ആഴം ഈ തടാകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. മറ്റ് കാഴ്ചകൾ പോലെ തന്നെ സമ്പന്നവും നവ്യാനുഭവം പകരുന്നതുമാണ് നിറഞ്ഞുകിടക്കുന്ന നൗകുഞ്ചി തടാകവും പരിസരവും. നൈനിതാളിലെ മറ്റ് കാഴ്ചകളുമായി മാതൃഭൂമി യാത്ര അടുത്തയാഴ്ച.